പുതിയ ഗവൺമെൻറ് കേരളത്തിൽ ഭരണമേറ്റെടുത്തു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ അതിൻ്റെ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമാകാനുണ്ടായിരുന്നു. ഇപ്പോൾ വകുപ്പുകളുടെ കാര്യത്തിലാണെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയ ഗവൺമെൻറ്റിന് എല്ലാവിധ ആശംസകളും. കൂടാതെ അവർ വലിയ തോതിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് അവർ 5 വാഗ്ദാനങ്ങളായി നൽകിയിരുന്നിട്ടുള്ള കാര്യമാണ്. അതിൽ ചിലതൊക്കെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ നടപ്പാക്കാൻ തീരുമാനിച്ച ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ജൂൺ 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ എല്ലാ വനിതകൾക്കും തന്നെ യാത്രകൾ സൗജന്യമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഏതാണ്ട് 4600-ലധികം വരുന്ന സർവീസ് നടത്തുന്ന ബസ് റൂട്ടുകളുള്ളതിൽ ഒരു 2000-ന് മുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ കിട്ടൂ. കാരണം അതായത് പരിപൂർണമായും ഓർഡിനറി ആയിട്ടുള്ള ബസ്സുകളിൽ മാത്രമേ ഇതുപോലെ വനിതകൾക്ക് സൗജന്യം ഉണ്ടാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ തന്നെയൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ മീഡിയ വണ്ണിൻ്റെയൊക്കെ ചില ആളുകളിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വലിയ 1400-ഓളം സർവീസുകൾ മാത്രമേ, ദാവീദ് സാഹിബൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള സർവീസുകൾ മാത്രമേ പാലക്കാട് മുതൽ മലബാർ മേഖലയിലടക്കം അങ്ങോട്ടുള്ള മേഖലയിലുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടും ബെനിഫിറ്റ് കിട്ടുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ആളുകൾക്കായിരിക്കും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് കൂട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് നിരവധി ആളുകൾക്ക് പ്രയോജനമില്ല എന്നുള്ളതൊക്കെയാണ്. ഞാൻ വളരെ വസ്തുനിഷ്ഠമായി നിങ്ങളോട് പറയുന്നു, ഇത് അത്തരത്തിലുള്ളൊരു പരിപാടിയില്ല. ഇത്തരത്തിൽ യാത്രാ സൗകര്യം ആളുകൾക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിരവധി ഗുണങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, സ്ത്രീകളുടെ ഒരു മൊബിലിറ്റി കൂടും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അത് നേരത്തെ 50% ഉണ്ടായിരുന്ന 70%-ലേക്ക് എത്താൻ ഒരു 10, 15, 20% സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വർധനമുണ്ടാകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ജോലിക്ക് പോകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നവരുടെ സാലറി ഇനിയിപ്പോൾ ഇത്തിരി കുറവാണെങ്കിലും KSRTC ബസ്സുകളിലാണെങ്കിൽ അവർക്ക് പോകാനും തിരിച്ചു വരാനും ഒക്കെ ലോങ് റൂട്ടിലേക്കൊക്കെ സഞ്ചരിക്കാനും കഴിയുമെന്ന് പറയുന്ന പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഏറ്റവും ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ KSRTC ബസ്സുകളിലും എന്നുള്ള പോലെ പ്രഖ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ ആദ്യഘട്ടത്തിലാണെങ്കിലും ഓർഡിനറി മുതൽ തന്നെ ബസ്സുകളിലേക്ക് ഇത് മാത്രമായി ഇത് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് KSRTCയുടെ ഫണ്ട് ഗവൺമെൻറ് നൽകുന്നില്ലെങ്കിൽ KSRTCക്ക് ഉണ്ടാകാവുന്ന ആഘാതം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കണം. കാരണം ഇപ്പം തന്നെ 2000, 2200, 2400-ഓളം വരുന്ന സർവീസുകളിൽ മാത്രമേ ഈ ഗുണം കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഓടിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആ സർവീസുകൾ പിന്നീട് പിൻവലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിൽ ഒരു ഹെഡ്ലൈനുകൾ ഉറപ്പാക്കാനുള്ള സതീശൻ്റെയും അവരുടെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു വലിയ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആശാ വർക്കേഴ്സിൻ്റെ സാലറി എന്ന് പറയാനില്ല, അവരുടെ ഒരു വോളണ്ടറി ആയിട്ടുള്ള ജോലിയാണ്, അതുകൊണ്ട് സാലറി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേതനം, ആ വേതനത്തിൽ 3000 രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 1000 രൂപ ഉണ്ടായിരുന്നത് 9000 രൂപയാക്കി കൂട്ടിയത് പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് അവിടെ സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ പിന്നിൽ വെസ്റ്റഡ് ആയിട്ടുള്ള ചില അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 500-ലധികം വരുന്ന ആളുകളെ കൃത്യമായിട്ട് ഏതാണ്ട് ഗവൺമെൻറ് തീരുന്നതിന് 1.5 കൊല്ലം മുമ്പ് ഈ സമരത്തെ കൃത്യമായി എടുത്തു കാണിക്കുന്നതിനും അത് പ്രൊജക്റ്റ് ചെയ്ത് മീഡിയകളൊക്കെ തന്നെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിനും വേണ്ടി നടത്തപ്പെട്ട ഒരു സമരമാണ്. കാരണം അങ്ങനെ എല്ലാ സമരം ആത്മാർത്ഥമായിട്ടാണ് സമരം നടത്തപ്പെട്ടിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ സമരം ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കൂടി സമരം ചെയ്യേണ്ടതാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള പദ്ധതിയുടെ പ്രകാരമാണ് വോളണ്ടറി ആയിട്ടുള്ള ഒരു സേനയായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടണം, മാസത്തിൽ കൃത്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള വേതനം കിട്ടണം, ശമ്പളം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കൂടി അംഗീകരിക്കേണ്ടതാണ്. ഇവിടെ 25,000 പേരേ ഉള്ളൂ. ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇത്തരത്തിൽ ആശാ വർക്കേഴ്സായിട്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊന്നും ഒരു മുതിരാതിരിക്കുകയും ഇവരുടെ ഒരു കുന്തമുന പിണറായി വിജയൻ സർക്കാരിനെതിരെ നീട്ടിവെക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, സുരേഷ് ഗോപിയെ പോലുള്ളൊരു കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇത് കൂട്ടേണ്ടതാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ആശാ വർക്കേഴ്സിന് ഗുണം കിട്ടും. പക്ഷേ അത് ഇവിടുത്തെ SUCക്കാർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവർ വലിയ തമിഴ്നാട്ടിലുള്ളവർക്കും അതുപോലെ സിക്കിമിലുള്ളവർക്കൊക്കെ ഗുണം കിട്ടട്ടെ എന്നൊന്നും ചിന്തിക്കാൻ അവർ തയ്യാറായില്ല. കാരണം അവർ കേരളത്തിൽ പിണറായി വിജയൻ മാത്രമാണ് ഇത് കൂട്ടേണ്ടത് എന്ന് പറയുന്ന ധാരണയിലേക്ക് എത്തുകയും ഇത് ഇത്രയൊന്നും കൂട്ടാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതീതിയായിട്ടുള്ള സുരേഷ് ഗോപി കൊണ്ടുവന്ന് മഴയത്ത് കുട തന്നപ്പോൾ അത് മേടിച്ച് ചൂടുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത് എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കപടതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഇവരൊക്കെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലേ എന്ന് പറയുന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ
കഴിഞ്ഞു ആ സമരത്തിന് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 21,000 രൂപയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം, അതില്ലെങ്കിൽ ഞങ്ങളുടെ സമരം പിൻവലിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമരം പിൻവലിക്കില്ല എന്ന് പറയുക മാത്രമല്ല, ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവടക്കം അടുത്ത 10 മാസം കഴിയുമ്പോൾ, 1.5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു അന്നേരം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. എന്താണെങ്കിലും ആദ്യ ഗഡു എന്നുള്ള നിലക്ക് 3,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു തന്ത്രം മാധ്യമങ്ങളും പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ, പകരം ബാക്കിയുള്ളത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വിമർശനം മാധ്യമങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, 21,000 രൂപ ഒറ്റടിക്ക് ആക്കി കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മാധു സജീനെ പോലെയുള്ള ആളുകളൊക്കെ ചർച്ചയിലിരുന്ന് VS അരുൺകുമാറോടൊക്കെ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഞങ്ങൾ പരിപൂർണമായി പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ 21,000 രൂപ ആക്കി കൊടുക്കണം. കാരണം പെർ ഡേ 700 രൂപയെങ്കിലും ആക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അതൊരു 6 മാസം സമയം എടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ പോലുമല്ല, ആദ്യത്തെ ഈ പറയുന്ന പോലെ ക്യാബിനറ്റ് ഡിസിഷനിൽ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തീരുമാനമെടുക്കുമെന്നാണ്. ആ തീരുമാനങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കും എന്നല്ല പറഞ്ഞത്, പൂർണ്ണമായും പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ അത് നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഓക്കെ, നമുക്കൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് സമയം കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് വയോജന വകുപ്പാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ജപ്പാൻ മാതൃകയിൽ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജപ്പാനിലെ വയോജനങ്ങൾ 65 വയസ്സിന് മുകളിലുള്ളവരുടെ നമ്പർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 27-28% വരെ, ഇപ്പോൾ 30 വരെ എത്തിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 27-28% വരുന്ന അത്തരത്തിലുള്ള വലിയ ജനസംഖ്യ അവിടെ ഉണ്ടാകുന്നത് പോലെ കേരളത്തിലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 27 ആണെങ്കിൽ കേരളത്തിൽ അത് 37 കാരണം ഇവിടെയും പലപ്പോഴും ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആളുകളുടെ ആയുസ് കൂടുന്നു, അവർ കുറേ കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ നമ്പർ, അതുപോലെ ജനനനിരക്കിൽ കുറവുണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കേരളം വിട്ടുപോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഈ റേഷ്യോയിൽ വലിയ പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ VD സതീശൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് വകുപ്പുണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പുണ്ടാക്കുന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇതെല്ലാം തന്നെ ഒരു ടൈറ്റിൽ കിട്ടാനുള്ള, മാധ്യമങ്ങളുടെ ഈ പറയുന്ന പോലെ ഒരു ടൈറ്റിൽ കാർഡ് കിട്ടാനുള്ള, കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഒരു പഞ്ച് കിട്ടാനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഇത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് നമ്മൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടത്. കാരണം പട്ടികജാതി വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, അതുപോലെ പല വകുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ വകുപ്പുകൾ കൊണ്ട് അവരെ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വയോജന വകുപ്പ് അങ്ങനെ ആയിരിക്കില്ല, പേരിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് ആയിരിക്കില്ല എന്ന് പറയുന്നതിനെയും താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്കൂട്ടാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് നിങ്ങളോട് പറയാൻ പറ്റുമോ, ജൂൺ 15 ഈ പറയുന്ന KSRTC നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞേക്കണം. അതിൻ്റെ പിന്നിൽ സതീശൻ്റെ ഒരു കാഞ്ഞ ബുദ്ധി കൂടിയുണ്ട്. ജൂൺ 5 ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരിക. അപ്പോൾ ആ സമയത്തിനകം ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തിയാൽ മതി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, ഇതിൻ്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല. അപ്പോൾ അതെന്താണെങ്കിലും എന്ത് ചെയ്യുമെന്ന് കൂടി സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട്. കാരണം ഒരു ഹെഡ്ലൈനുകളും ഒരു ബ്രേക്കിംഗ് വാർത്തകളും മാത്രമല്ല, ഇതിനകത്ത് എന്തെങ്കിലും നടന്നോ എന്നുള്ളത് കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. കൂടാതെ അടുത്ത ഒരു ബഡ്ജറ്റിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാത്ത 2 കാര്യങ്ങൾ. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അത്തരത്തിൽ രാഷ്ട്രീയവാദമുള്ള കോളേജ് വിദ്യാർത്ഥികളെ കൂടി പിടിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനമായി അത് മാറിയതാണ്. കൂടാതെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് കൂടി പോകേണ്ട, അവരുടെ വോട്ടും കൂടി ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാ വോട്ടുകളെയും തന്നെ മൊബിലൈസ് ചെയ്യാനുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്ലാൻ സതീശൻ നടപ്പിലാക്കിയിരുന്നു. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും 1,50,000 വോട്ടുകളിലേക്ക് എത്തിയതും 102 സീറ്റുകളിലേക്ക് എത്തിയതും. പക്ഷേ ഇപ്പോഴും കാണുന്ന ഒരു അപകടകരമായിട്ടുള്ള പ്രവണത, ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ സമയമായിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴും അനാവശ്യമായി ഈ ഗവൺമെൻറ് പറയുന്ന അതേ വാദങ്ങളെ തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പിണറായി വിരുദ്ധതയുടെ ഹാങ് ഓവർ വിട്ടുമാറാത്ത പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് CPM-നും അതിൻ്റെ ഈ പറഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകർക്കുമൊക്കെ ഇരട്ടിപ്പണിയാണ് എന്നുള്ളത് ഓർപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ കൊള്ളാം, ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ടോപ്പിക്ക് കേൾക്കേണ്ടവർക്ക് അവിടെ വെച്ച് നിർത്താം. ഞാൻ നമ്മുടെ ചാനലിലെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ചാനൽ വേറൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. കാരണം ഒരു 10-15 മിനിറ്റോ കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് നാളെ നമ്മൾ റിലീസ് ചെയ്യും. നാളെ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും തന്നെ കാണണം. കാരണം അത് വളരെ ഡീറ്റെയിൽഡായി ഡീപ്പായി റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. 2021 ഒരു കരുതൽ മുഖ്യനും ഒരു ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന പിണറായി വിജയനെ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി ഒരു വെറുക്കപ്പെട്ട ഭരണാധികാരിയായി മാറ്റുന്ന ഒരു തോന്നലുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ആഴത്തിൽ വളരെ വിശദമായി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളോട് അതിനകത്ത് പറയാനുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ ആ ചാനൽ നാളെ നമ്മൾ ഇപ്പം തന്നെ അത് ഓണാണ്. BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. കൂടാതെ ഇതിനകത്ത് അതിൻ്റെ പ്രൊമോയും കൊടുത്തിട്ടുണ്ട്. ആ പ്രൊമോ കാണാത്തവരെല്ലാവരും കാണുക. കൂടാതെ ഈ പോഡ്കാസ്റ്റ് കൂടി കാണണം എന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. കൂടാതെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളായതുകൊണ്ട് വലിയ ഇൻ്റലക്ച്വലായിട്ടുള്ള മാൻ പവറുകൾ നമ്മൾ കൂടുതൽ എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി ഈ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ലെവൽ 1 179, ലെവൽ 2 359, ലെവൽ 3 799 ഒക്കെയാണ് അതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറന്നു പോകേണ്ട നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ചുരുക്കപ്പേരിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഒരു പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ്. സാധാരണ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തി ശീലിച്ചവരാണ്. അതുകൊണ്ട് പൊതുബോധ നിർമ്മിതികൾ മാത്രമാണ് ശരി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതികൾക്കെതിരെയുള്ള ഒരു വലിയ ഫൈറ്റാണ് നമ്മൾ നടത്തുന്നത്. അതിൽ നിങ്ങളുടെയൊക്കെ കൂടി വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ.